നമസ്കാരം. ശരിക്കും എന്തിനായിരുന്നു ഈ ദേശീയ പണിമുടക്ക്? ഓരോ ദിവസവും പണിക്ക് പോയി അന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിതം നോക്കുന്ന ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലിയാണ് നഷ്ടം സംഭവിച്ചത്. അതുമാത്രമല്ല, തൊഴിൽ കൊടുക്കുന്ന ഒരാളുടെ അന്നത്തെ പ്രൊഡക്ഷൻ. ഈ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഏകദേശം പണിമുടക്ക് നടന്നിട്ടുള്ളൂ. പല സ്ഥലങ്ങളിലും കടകമ്പോളങ്ങളൊക്കെ അടപ്പിച്ചു, വാഹനങ്ങളെ തടഞ്ഞു. മറ്റ് സ്റ്റേറ്റുകളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റും സാധാരണഗതിയിൽ എന്നും പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രം നല്ല രീതിയിൽ പണിമുടക്ക് മുന്നോട്ട് പോയി. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിനുണ്ടായത്? എനിക്ക് തോന്നുന്നു ഏകദേശം 2000-2500 കോടിക്കധികം നഷ്ടമാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഈ പണിമുടക്ക് കൊണ്ട് നമ്മുടെ കേരളത്തിന് സംഭവിച്ചത്. ഇപ്പോൾ ഈ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ പണിമുടക്ക് കൊണ്ട് എൻ്റെ ഒരു ദിവസത്തെ കൂലി നഷ്ടമായി. അതുപോലെ എനിക്ക് തൊഴിൽ നൽകുന്ന ആളുടെ ഒരു ദിവസത്തെ പ്രൊഡക്ഷനുമാണ് നിന്നുപോയത്. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ. തൊഴിലെടുക്കുന്ന ആൾക്ക് ഇന്നത്തെ ദിവസം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെയും ഒന്നിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമല്ല. സാക്ഷരതയിലും ജീവിത നിലവാരത്തിലും വളരെ മുൻപന്തിയുള്ള ഈ കേരളത്തിൽ പക്ഷേ അന്നന്ന് ജോലിക്ക് പോയി അതുകൊണ്ട് ജീവിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഭയങ്കര നഷ്ടമായിരിക്കും. ചില വീടുകളിൽ പട്ടിണിയായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് ഈ പണിമുടക്ക് വേണോ? അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഈ ദേശീയ പണിമുടക്കൊക്കെ വേണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. വളർന്നു വരുന്ന തലമുറയൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, പലർക്കും ഇതേ അഭിപ്രായം ഉണ്ടാകാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങൾക്കും ഇതേ ഒരു അഭിപ്രായം തന്നെയാണെങ്കിൽ, ചിലപ്പോൾ ചിലവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കാം, അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.